നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത് എല്ലാവരുടെയും ഡൗട്ട്സ് ആയിട്ടുള്ള ആം ഹോളിന്റെ ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ നെക്കിന്റെ വിഡ്ത്ത് കണ്ടുപിടിക്കുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ എല്ലാവരും കാണുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ചാനൽ വിജയിക്കുകയുള്ളൂ. ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ആം ഹോളിന്റെ ലെങ്ത്, അതായത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, കറക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റിൽ എങ്ങനെയാണ് ലെങ്ത് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോയില് ചെസ്റ്റ് ലെങ്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ്. ചെസ്റ്റ് ലെങ്ത് കണ്ടുപിടിച്ചാലാണ് നമുക്ക് ആം ഹോൾ കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ നമുക്ക് ചെസ്റ്റ് ലെങ്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ ചെസ്റ്റ് ലെങ്ത് കണ്ടുപിടിക്കുന്നത് ചെസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4 എന്ന ഇക്വേഷൻ പ്രകാരമാണ്. അതില് ഇക്വേഷൻ കഴിഞ്ഞതിന് ശേഷം -1, അതായത് സ്ലിം ആയിട്ടുള്ള വ്യക്തികൾക്കാണെങ്കിൽ -1 ആണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് തടിയുള്ള വ്യക്തികൾക്കാണെങ്കിൽ ചെസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4 -2. ഇതാണ് ഫാക്ട് ഫിഗേഴ്സിനുള്ളത്. അപ്പം മെലിഞ്ഞവർക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചെസ്റ്റ് റൗണ്ടിന്റെ ഡിവൈഡ് ചെയ്ത് 4 -1 ആണ് സ്ലിം ആയിട്ടുള്ളവർക്ക് കൊടുക്കുക. അതേപോലെ തടിച്ചവർക്ക് കൊടുക്കുകയാണെങ്കിൽ ചെസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4 -2. ഇതാണ് തടിച്ചവർക്ക്. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ പ്രകാരം ഇതങ്ങോട്ട് ചെയ്തു നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ ചെയ്തു നോക്കാം. 36 ആണ് എൻ്റെ ചെസ്റ്റ് റൗണ്ട്. 36 ഡിവൈഡഡ് ബൈ 4 -1. അപ്പൊ നമുക്ക് കിട്ടുന്ന വില, അതായത് 8 ആയിരിക്കും കിട്ടുന്നത്. ഇതായിരിക്കും നമ്മളുടെ ചെസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത്. ചെസ്റ്റ് ലെങ്ത് എന്തായിരിക്കും വരുന്നത്? 36 ഡിവൈഡഡ് ബൈ 4 -1. അതാണ് നമ്മളുടെ കിട്ടിയേക്കുന്ന 8 ആണ് നമ്മളുടെ ചെസ്റ്റ് ലെങ്ത്. അപ്പോൾ ഒരു തടിച്ച ഒരു വ്യക്തിക്കാണെങ്കിൽ അവരുടെ ചെസ്റ്റിന്റെ ഈ 36 എന്നുള്ളത് മാറും. അപ്പൊ എത്രയാണോ നമ്മൾക്ക് വേണ്ടത്, നമ്മളുടെ ചെസ്റ്റ് എത്രയാണോ ഉള്ളത് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് മെലിഞ്ഞവർക്കാണെങ്കിൽ 1 മൈനസ് ചെയ്യാം, തടിച്ചവർക്കാണെങ്കിൽ 2 മൈനസ് ചെയ്താൽ മതി. അപ്പൊ ഈ കിട്ടുന്ന ഈ വിലയാണ് നമ്മൾക്ക് ചെസ്റ്റ് ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ചെസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതുപോലെ തന്നെ ഇനി പറയാൻ പോകുന്നത് ചെസ്റ്റ് ലൈൻ ആണ്. ഇതിന്റെയൊക്കെ വീഡിയോസ് ഇനി വരുന്നതായിരിക്കും കേട്ടോ. അടുത്ത മാസമാണ് നമ്മൾ ആരംഭിക്കുന്നത്. അതിന് മുമ്പ് ഇതെല്ലാം ക്ലിയർ ആയിട്ട് എല്ലാവരും പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മൾക്ക് പിന്നെ അങ്ങോട്ടുള്ള വീഡിയോസിൽ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇനി അടുത്ത പറയുന്നത് നമുക്ക് ചെസ്റ്റ് ലൈൻ ആണ് കണ്ടുപിടിക്കുന്നത്. ചെസ്റ്റ് ലൈൻ, ഈ ലൈനാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈൻസ് ആണ് ഇത്. ചെസ്റ്റ് ലെങ്ത്തും നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം, അതിനുശേഷം ചെസ്റ്റ് ലൈനും കണ്ടുപിടിക്കണം. ഇത് രണ്ടും കണ്ടുപിടിച്ചാൽ മാത്രമാണ് നമ്മൾ ആം ഹോളിന്റെ അവിടെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ചെസ്റ്റ് ലൈൻ കണ്ടുപിടിക്കുന്നത് ചെസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4 പ്ലസ് 3/4 ഇഞ്ച്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? 36 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 3/4 ഇഞ്ച്. അപ്പൊ കിട്ടുന്ന എമൗണ്ട് ഇതാണ് നമ്മളെ ചെസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിലെല്ലാത്തിലും ഇഞ്ചസിന്റെ ഇതിലാണ് ഞാൻ പറയുന്നത്. ഇഞ്ചസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് 1 ഇഞ്ച്, 2 ഇഞ്ച്, 3 ഇഞ്ച്, 4 ഇഞ്ച്. ഇഞ്ചസിന്റെ ബേസിലാണ് ഞാൻ ഇത് പറയുന്നത്. ഇഞ്ചസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ 2 വരകൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ? മനസ്സിലായോ? അപ്പോൾ ഇതുപോലെയുള്ള
ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് ഇനിയും ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ തൊട്ട് മുന്നേ ഉള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് നെക്കിന്റെ വിഡ്ത് കാണാനുള്ള ടിപ്സ് ആയിരുന്നു. എല്ലാവരും അതുകൂടി വാച്ച് ചെയ്യാം. വാച്ച് ചെയ്യാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ അതിന്റെ ലിങ്ക് ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യാം. അവരെ അടുത്ത് പറയാം, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം, ബെല്ലൈക്കൺ അമർത്താൻ പറയാം, കമന്റ് ചെയ്യാൻ പറയാം. കമന്റിന്റെ റിപ്ലൈ തരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ